ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാം. ഇത് ഞാൻ ഇന്നലെ ജസ്റ്റ് മക്കളുടെ ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു. വാക്സിനേഷന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ നല്ല ടയേർഡായി. അപ്പോൾ പുറത്തുനിന്നൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു, നല്ല ചൂടുമൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കിച്ചടിയും കൂടാതെ ഒരു സ്റ്റിർ ഫ്രൈഡ് ബ്രൊക്കോളിയും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1/3 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പാണ് കേട്ടോ, മഞ്ഞ കളറിലുള്ള ചെറുപയർ പരിപ്പ് എടുത്തിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് ഈ കിച്ചടിയിൽ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ചെറുപയർ പരിപ്പിൻ്റെ. അപ്പോൾ അത് നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വെള്ളത്തിലിടണം കേട്ടോ. 1 കപ്പ് പച്ചരിയാണ് കിച്ചടിക്ക് ഏറ്റവും നല്ലത്. അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ഈ പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കാം, ഒന്ന് കുതിരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് വരാം കേട്ടോ. കിച്ചടി എന്നുള്ളത് ഒരു 1 പോട്ട് മീലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം ഗീ ഇട്ട് കൊടുക്കാം. നമുക്ക് ഗീ ഒന്ന് നന്നായി ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടണം. പലതരത്തിലും കിച്ചടി ഉണ്ടാക്കാം കേട്ടോ. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള വേയാണ്. ഒരു 2 ഗ്രാമ്പു, 2 പീസ് പട്ടട പീസ്, പിന്നെ 1 ബേ ലീവ്സ്, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ഇടാം കേട്ടോ. അതും ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കടിക്കാൻ നല്ലതാണ്. എൻ്റെ ഇവിടെ തീർന്നു പോയതുകൊണ്ട് ഇട്ടില്ലെന്ന് മാത്രം. ഒരു 2 ടീസ്പൂൺ ഗാർലിക്ക്, ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ, 1 ഒനിയനെ കട്ട് ചെയ്തത്, ഹാഫ് ചെയ്ത് കട്ട് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു, ഒന്ന് ക്യൂബ് അല്ലേനും. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഒന്ന് ജസ്റ്റ് സോട്ടായാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, വേഗം സോട്ടാവുമല്ലോ. ഇനി അതിനെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കാം. ഇതെല്ലാം കൂടി അരമണിക്കൂറിനുള്ളിൽ റെഡിയാവും കേട്ടോ. ഇനി അതിലേക്കൊരു 2 പച്ചമുളകും കീറിയിട്ടാണ് ഇടുന്നത്. ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിക്ക് ആവശ്യമുള്ള തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പുളി കിച്ചടിയിൽ ആവശ്യമില്ല, എന്നാൽ ചെറിയൊരു പുളി ഉണ്ടാവണം. ഇനി ഇതിനെ നന്നായി ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ആ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവണം കേട്ടോ. സോഫ്റ്റായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി. എരിവിത്ര വേണ്ടാത്തവർക്ക് അത് വേണ്ട കേട്ടോ. ഇനി അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യുന്നത്, കരിഞ്ഞു പോകരുത്. ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചല്ലോ. ആ പരിപ്പും അരിയും കൂടിയുള്ള മിക്സിനെ ഇട്ട് കൊടുക്കാം. ഇതിനെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഗീ റൈസിനൊന്നും വറക്കുന്ന മാതിരി അങ്ങനെ ഭയങ്കരമായിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നന്നായി ഒരു 2 മിനിറ്റ് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് ജോയിൻ ആവാൻ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇതുമാതിരി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിരുന്നു, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 കപ്പോളം വെള്ളമാണ് ഒഴിക്കുന്നത്. 4 മുതൽ 4.5 കപ്പ് വരെ ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് അത് മുഴുവൻ പുറത്തേക്ക് പോകും കേട്ടോ. അപ്പം ഞാനൊരു 4-4.25 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഇളക്കി നോക്കിയിട്ട് ഉപ്പ് പോരായെങ്കിൽ വെള്ളത്തിൽ ഉപ്പിനും പാകത്തിനനുസരിച്ച് ഉപ്പിടണം. അപ്പോഴേ അതിലേക്ക് കറക്റ്റായി വരുള്ളൂ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ചതിന് ശേഷം ഒരു 3 വിസിലാണ് ഞാൻ വരുത്തിയത് കേട്ടോ. ഒരുപാട് ലോ ഫ്ലെയിമിലാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 വിസിലൊക്കെ മതിയാവുമായിരിക്കും. ഇതൊരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പം ഞാനിത് അടച്ച് ഒരു 3 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് പോയിട്ടൊരു ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈയും കൂടി ഉണ്ടാക്കിയിട്ട് വരാം. ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ബ്രൊക്കോളിയുടെ കൂടെ ഒലിവ് ഓയിൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. ഒരു 3 വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ഒനിയനെ ക്യൂബായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെ ഒരു കടിക്കുന്ന ടേസ്റ്റിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്കതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബ്രൊക്കോളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതുമായിട്ടല്ല ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് കടിക്കാനുള്ള ടേസ്റ്റിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇതിൻ്റെ കളർ മാറാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് വേണ്ടവർക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ കളേർഡ് ക്യാപ്സിക്കംസ് ആണ്. ഗ്രീനും യെല്ലോവും റെഡും ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതെല്ലാം കൂടി ഞാൻ കുക്ക് ചെയ്യാൻ അരമണിക്കൂറിൽ താഴെ എടുത്തുള്ളൂ ടൈം. അതുകൊണ്ട് തന്നെ വന്നിട്ട് വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഒറിഗാനോയും കൂടി ഫ്ലേവറിന് വേണ്ടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിരുമ്മിയിട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഓപ്പൺ ചെയ്ത് നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്രിസ്പിയാം. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ. ഇതിന് മുമ്പ് ഞാനൊരു പനീർ ഷാഷ്ലിക് സിസ്ലറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. അത് കണ്ടു നോക്കുക വേണ്ടവർ. ഞാനതിൻ്റെ ലിങ്കും ഇതിൻ്റെ താഴെ തന്നെ കൊടുക്കാം. അപ്പോൾ അത് റെഡിയായി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കിച്ചടി എന്തായി നോക്കാം ആ ടൈം കൊണ്ട്. അപ്പോൾ ഇതാ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്, കുക്കായിട്ടുണ്ടോ എന്ന്. നന്നായിട്ടൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഇതിരിക്കേണ്ടത്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, ആ ജീരകവും ബേ ലീവ്സും പട്ടയൊക്കെ ആയിട്ട്. ഇനി നമുക്കതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് പാകമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാതിരുന്നത് നമുക്ക് പിന്നെ അത് പുറത്തേക്ക് മുഴുവൻ പോകും എന്നുള്ളത് കൊണ്ടാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗീയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ ഗീ ഒന്ന് ഇറങ്ങട്ടെ, മല്ലിയുടെ ടേസ്റ്റും ഒക്കെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ സെർവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ചൂടാന്നാണ് കേട്ടോ കിച്ചടി കഴിക്കേണ്ടത്. പിന്നെ ഇതിപ്പോൾ നമുക്ക് വല്ല പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇത് കഴിക്കാം. നല്ലൊരു ഹെൽത്തി ഡിഷ് കൂടിയാണ്. അപ്പോൾ ഇതാ സെർവ് ചെയ്യാനായിട്ട് ഞാൻ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ 4 പേർക്കുള്ളതാണ് കേട്ടോ. പക്ഷേ 4 പേരിൽ 2 പേര് കുറച്ച് ചെറിയ ആൾക്കാരാണ്. ഇനി അതാ ബ്രൊക്കോളിയും കൂടി റെഡി ആയതിനെയും കൂടി എടുത്തിട്ടുണ്ട്. കണ്ടോ, ബ്രൊക്കോളിയുടെ കളറൊന്നും മാറിയിട്ടില്ല. ആ ഒരു ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മുകളിൽ നമ്മൾ കിച്ചണിന് മുകളിൽ ബട്ടറും കൂടി ഇടണം കേട്ടോ. അപ്പോഴേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് കണ്ടോ, അപ്പോൾ ബട്ടറൊക്കെ അങ്ങനെ ഇറങ്ങി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മീൽ തന്നെയാണ് കേട്ടോ. ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, പിന്നെ വെജിറ്റബിൾസും ഒക്കെ ആയിട്ടൊരു പെർഫെക്റ്റ് മീൽ തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.